അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കട ഒഴിയേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഇത്ര കാലം കച്ചവടം നടത്തിയ കടയല്ലേ, അതിൽ പിടിച്ച് ഞാനൊരു വീശിയിട്ടുണ്ട്. നോക്കാം നമുക്കെന്നേ. അപ്പോ വിധി വിധി നമുക്കെതിരായാൽ ഞാൻ എൻ്റെ കട ഒഴിയേണ്ടി വരുമോ വക്കീല്? ഞാൻ എൻ്റെ കട ഒഴിയേണ്ടി വരുമോ വക്കീലെ? അപ്പോ ഞാനും എൻ്റെ മക്കളും ഇനി എന്ത് ചെയ്യും? മറ്റൊരു കട കണ്ടെത്തി അഡ്വാൻസും മറ്റുമെല്ലാം കൊടുത്ത് എല്ലാം റെഡി ആകുമ്പോൾ 3 മാസമെങ്കിലും ആവില്ലേ? കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുക്കുകയും വേണം. എൻ്റെ കട പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാനുള്ളതൊന്നും കിട്ടുകയുമില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം. അഥവാ വിധി നമുക്ക് എതിരാണെങ്കിൽ നമുക്ക് അപ്പീൽ പോകാമെന്നേ. ഏതായാലും മറ്റന്നാൾ കോടതിയിൽ വെച്ച് കാണാം. പിന്നെ എൻ്റെ ഫീസിൻ്റെ കാര്യം മറക്കണ്ട. വെക്കാൻ പറ. മോളെ, നമ്മളൊരു ടൂർ പോകുന്നതാണ്. വീട്ടിൽ നിന്ന് കാറിൽ കയറി ഇതാ ഇവിടെ എത്തിയത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിനക്ക് ചുറ്റും നടക്കുന്നൊന്നും നീ കാണുന്നില്ല, നീ കേൾക്കുന്നില്ല. നിന്റെ ലോകം നിന്റെ ഈ മൊബൈലാണ്. പിന്നെ നിന്റെ ഈ പുതിയ ജനറേഷനിലെ ലോകം ഇതാണ്. സോറി മുത്തച്ഛ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യും. ഫ്രണ്ട്സ്? ഈ ഫ്രണ്ട്സൊക്കെ നിനക്ക് എത്ര കാലം ഉണ്ടാവും? അവരൊക്കെ നിനക്ക് നഷ്ടപ്പെടും. പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഞാനൊക്കെ നിനക്ക് കാണും. എനിക്കും വേണ്ടി കുന്ത്രാണ്ടം. പക്ഷേ നമ്മൾ കാണണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഇതിൽ കുത്തി സമയം കളയാനുള്ളതല്ല നമ്മുടെ ഈ നല്ല ജീവിതം. നമ്മുടെയൊക്കെ വീടുകളിൽ സംസാരമേ ഇല്ലാതായി, നല്ല ചിരിയില്ലാതായി. ഈ കുത്തലും തോണ്ടലും മാത്രം. വല്ലപ്പോഴും സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഇതിനോട് മാത്രം. മോളെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. സ്നേഹത്തിന് പകരമാകില്ല ഒരു ടെക്നോളജി. ടെക്നോളജി വിൽ നെവർ റീപ്ലേസ് ലവ്. സോറി മുത്തശ്ശ. എങ്കിൽ ആ കുന്തമൊന്ന് ഓഫ് ചെയ്യും. എന്തിനു നമുക്കൊന്ന് നടക്കാം. இதுக்கு மேலே ரஜினி அண்ணன் மாத்திரம் ரஜினி அண்ணன். നിങ്ങൾ മലയാളിയല്ലേ? അതെ. നമ്മള് മൊയ്തീൻ. വർമ്മജീന്ന് വിളിക്കും. വർമ്മ. അപ്പൊ നിങ്ങളോടൊപ്പം നമ്മള് സലാം അടിക്കേ. അതിനെന്താണ്? എനിക്ക് സമാധാനം വരട്ടെ എന്നല്ലേ നീ പറഞ്ഞ സലാമിന്റെ അർത്ഥം? അത് ശരി. നിനക്കും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. ഇതിന് നല്ല വിഷ് ഈ ലോകത്ത് വേറെ എന്താ? അതില്ല കേട്ടോ. അതിനെന്തും ക്രിസ്ത്യൻ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കുറെ കാലം ഗൾഫിലായിരുന്നു. അങ്ങനെ പറയും. ഇവക്കൊരു കടല ഇവിടെ നാളെ ചൂട് കടല കഴിക്ക് മോളെ. ഈ തണുപ്പത്ത് കടല നല്ലതാ. പിന്നെ കടല തിന്നാ ഈ ചാവൊന്നുമില്ല, കടല വിഷവുമില്ല. പറഞ്ഞു കൊടുക്കേ. നിങ്ങളെങ്ങനെ യൂട്ടിയിലെത്തി? അതെ,
വലിയൊരു കഥയാ. ആ. ഈ വലിയ ഇന്ത്യ രാജ്യത്തെ ആ. ചെറിയൊരു കഥ. പക്ഷെങ്കില് ആ. നമുക്ക് അതിലും വലിയ കഥ വേറൊന്നും പറയാനില്ല. ആ. നല്ല തണുപ്പാ. നമുക്കൊന്ന് ചൂടാക്കിയാലോ? ആയിക്കോട്ടെ. മുത്തുച്ചാമി, ഒരു സ്പെഷ്യൽ ടീ കൂടെ. എനിക്ക് ചായ വേണ്ട, എനിക്ക് സവനപ്പ് മതി. കുട്ടിയിലൊക്കെ ഈ ഒരു ഊട്ടിയ പനിയല്ലേ? തണുപ്പത്താ എനിക്ക് സൗനപ്പ്. നീ ചായ കുടിക്കും അല്ല നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ആ പൊണിച്ചാമി 3 ടീ, 1 ഷുഗർ വേണ്ട കേട്ടോ. കൊടു മുത്തുച്ചാമി. ആ മൊയ്തീനെ, ആ. അതെ കഥ പറ. ആ ഞമ്മക്കേ ആ. നാട്ടിലൊരു കച്ചവടം, ആ. ചെറിയ ഒരു പെട്ടിക്കട. ആ. എല്ലാരും മാറ്റി അതൊന്ന് വലുതാക്കണം എന്ന് ഞമ്മക്കും ഒരു പൂതി. ഓ. അങ്ങനെ ആ. ബാങ്കിൽ നിന്ന് ഒരു 6 ലക്ഷം റുപ്യ ലോൺ എടുത്ത് ആ. നാട്ടിൽ നല്ലൊരു മസാലക്കട നമ്മൾ തുടങ്ങി. ആ, എന്നിട്ട് ആദ്യമൊക്കെ നല്ല കച്ചവടം നടന്ന് ആ. ബാങ്കടമൊക്കെ സുഖമായിട്ട് അടച്ച്. ഓ. പിന്നെ കച്ചവടം പറ്റ കുറഞ്ഞ് ആ. ബാങ്കിലെ അടവുകളൊക്കെ ആ. തെറ്റാൻ തുടങ്ങി. ആ. ആകെ ബുദ്ധിമുട്ടിലായി. എന്ത് പറ്റി? നമ്മളെ നാട്ടിലിപ്പോ ആ. വടൂല് വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ. ആ, അത് ശരിയാ. അജാതി ഒരു പണ്ടാരക്കാലം നമ്മളെ മുമ്പിലും വന്ന്. ആ. ആ സമയത്ത് പേശിയും കാറും ഒക്കെ ആട്ടി പോകാൻ തുടങ്ങി. അതൊക്കെ. കടത്തിന് വേണ്ടി മാത്രം വരുന്നോല് നമ്മളെ വീഡിയോയിലും വീഡിയോയിൽ സാധനം വെച്ചിട്ട് ഇല്ലാന്ന് പറയാനേ നമ്മളെ മനസ്സ് സമ്മതിച്ചില്ല. ഓ. വീഡിയോയിലാണെങ്കിൽ ആ. സാധനമൊക്കെ കുറഞ്ഞും വന്നേ. പുതിയ സാധനങ്ങളൊന്നും വാങ്ങി ഇറക്കാനേ ആ. നമ്മുടെ അടുത്ത് കായില്ലാണ്ടായി. ഓ. ആ സമയത്ത് ആ. നമ്മളൊരു 3 ലക്ഷം റുപ്യ ഓ. വട്ടിക്ക് വാങ്ങേണ്ടി വന്നു. അത് ശരി. ആ സമയത്താണ് നമ്മളെ രണ്ടാമത്തെ മാള് സംലാന്റെ കല്യാണം. ആ. അതിനും വാങ്ങി. എന്നോട് പറയണ്ട, ഇത് പൈസ ആ. ആവും പലിശക്ക്. ആ, അത് ശരി. ആകെ കൂടി നമ്മള് വലിയൊരു കടക്കാരനായി. ഓ. വീഡിയോയില് കച്ചവടമൊക്കെ കുറഞ്ഞപ്പോ ആ. വീഡിയോയിലാണെ കലശന്റെ ആൾക്കാരെ പേടിച്ച് ആ. നമ്മള് വീഡിയോക്ക് പോകാണ്ടായി. ആ. അവസാനം വീഡിയോയിലെ പണിക്കാർ നടത്തുന്ന അവസ്ഥയായി. ആ. അങ്ങനെ അവസാനം വീഡിയോ അങ്ങോട്ട് കൂട്ടി. ആ. പിന്നെ കോടതിയായി, ജപ്തിയായി. ഓ. രസകരമായ ജീവിതാനുഭവങ്ങൾ. ആ. അവസാനം അങ്ങോട്ട് നാട് വിട്ട്. ഇപ്പൊ ആ. സുഖ 500 റുപ്യന്റെ കടല വാങ്ങി വറുത്തി വിറ്റാല് ആ. ഒരു 150 റുപ്യ വേനാരം മെച്ചം കിട്ടും. അല്ല മൊയ്തീനെ, ആ. ഈ 150 റുപ്യക്ക് ഒരു കുടുംബം നോക്കാൻ പറ്റുമോ? അതിന് കുടുംബയുടെ വർമ്മജി ഏ? 2 പെൺകുട്ടികളായിരുന്നല്ലോ. ആ. ഓലൊക്കെ നല്ല നിലയിൽ നമ്മൾ കെട്ടിച്ചേച്ച് ആ. വലിയ പൈസക്കാരെ മക്കളാ കിട്ടിയത്. ആ. പറമ്പും സോലൊക്കെ വിറ്റ് വലിയ ആർഭാടായിട്ട് നമ്മൾ കല്യാണം നടത്തി. ആ. അത്രക്ക് ആർഭാടം വേണ്ടില്ലാന്ന് ഇപ്പൊ തോന്നിപ്പോയാ. ഉള്ള പറമ്പ് സോലൊക്കെ വിറ്റപ്പോ ആ. കുട്ടികളൊക്കെ വരവും പോക്കും ഇല്ലാണ്ടായി. ആ. അപ്പോ നിങ്ങളെ ഭാര്യ? ഭാര്യ പെരയില് കടക്കാരെ കൊണ്ട് വലിയ ശല്യായി. ആ. നമുക്ക് തരാനുള്ളത് ആരും തരുന്നില്ല. അതിന്റെ മുകളിൽ നമുക്ക് കായ് കിട്ടാണ്ട് അതെട്ടാരും കൊണ്ടു തരുന്നില്ല. ആ. വീട്ടുകാര് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആ. ബാങ്കുകാര് ജപ്തി ചെയ്യാൻ വരുന്നത്. ആ. ആ സമയത്ത് ആ. നമ്മളെ പീടികയിൽ പൊതിയാനും സഹായത്തിനൊക്കെ ആ. ഒരു ഗുണ്ടുണ്ടായി, മുസ്തഫ എന്ന് പറഞ്ഞ. ആ. അവസാനം ആ. ഓനങ്ങോട്ട് എത്തി. ആ. നല്ല മനുഷ്യന്മാർ നമ്മളെ നാട്ടിലുണ്ട്. അതെ, നല്ല മനുഷ്യനാ. ഓന്റെ കൂടെ എന്റെ ഭാര്യ അങ്ങോട്ട് പോയി. ഇതെന്തൊരു ലോക. ഇത് നന്നായി എന്നപ്പോ തോന്നണേ. ആ. അല്ലെങ്കിൽ ആ. ഓളെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവില്ല എവിടെങ്കിലൊക്കെ. അത് ശരി. അല്ലെങ്കിൽ ആ. ഈ തണുപ്പത്ത് എന്റെ കൂടെ കടലേന്നും വിളിച്ച് നടക്കേണ്ടി വരില്ലേ ഓളൂ. ആ. അത് കാണാനുള്ള ചങ്കർപ്പൊന്നും മൊയ്തീൻ ഇല്ല വർമാജിയെ. അത്രക്ക് ഇഷ്ടമായിരുന്നു എന്റെ ഭാര്യനും കുട്ടികളെയും ഞമ്മക്ക്. മൊയ്തീനെ, ആ എനിക്കൊന്ന് പൊട്ടിക്കരയുന്നുണ്ടോ? കരയാണ് വർമാജിയെ. പൊട്ടിക്കരഞ്ഞോളൂ. അല്ലെങ്കിലേ നമ്മുടെയൊക്കെ ആസ്പത്രികളില് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. കരയാണ് വർമാജിയെ, നമ്മള് കരയാണ്. നമ്മളെ കടലേ നിന്റെ നീട്ടിലെ വിളിയുണ്ടല്ലോ, ആ വിളിയില് നമ്മളെ തേങ്ങലാണ് വർമാജിയെ. ഇനിയും ഞാൻ ഇവിടെ നിന്നാല് എന്റെ ഈ തേങ്ങലുണ്ടല്ലോ ഒരു പൊട്ടിക്കരച്ചിലായി മാറും. പിന്നെ നിങ്ങളെ ചായന്റെ പൈസ നമ്മൾ കൊടുത്തേണ്. നമ്മളെ കടലന്റെ 20 ഉറുപ്പിക ഇങ്ങോട്ട് തരി. അല്ലാ, ദത്താപ്പത് പുതിയ 500 നോട്ടോ. നിങ്ങളെ ചില്ലറ ഉണ്ടെങ്കിൽ തിരിയാർ മാറ്റി. നമ്മള് ചില്ലറല്ല. അതിന് ചില്ലറ വേണ്ട. വേണ്ടേ? നാളത്തെ കട എന്റെ കൈക്കോട്ടെ. അല്ല, അത് വേണ്ട വർമാജി. മൊയ്തീനെ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മുമ്പ്
പടച്ചോൻ അങ്ങോട്ട് വിളിക്കുന്നാ നമ്മൾ കരുതണേ. എല്ലാവർക്കും വാരിക്കൂരി അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ആരോടും ഒന്നും ഇങ്ങോട്ട് വാങ്ങി ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ. അതെങ്ങനെ സന്തോഷത്തിനാ. മനസ്സിലായി വർമാജി. പൈസക്കൊക്കെ എന്താ വിലാന്ന് ഇക്കഴിഞ്ഞ 2 മാസം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ മുഴുവൻ മനസ്സിലാക്കില്ലേ. അങ്ങനെയുള്ള ഈ കാലത്ത് നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യരെ കണ്ടാൽ പോരെ നമ്മളൊരു ദിവസം റാത്താവാന്. പിന്നെ നിങ്ങളെ ഈ നല്ല മനുഷ്യന് നമുക്കൊരു 10,000 ഉറുപ്പിനെക്കാളും വിലണ്ട്. നമുക്ക് അത് മതി. നിങ്ങൾ ചില്ലറുണ്ട് 20 ഉറുപ്പ തരി. മോളെ ചേഞ്ചിന്റെ 20 റുപ്പീസ്. മോളെ വാ, നമ്മളങ്ങോട്ട് പോവാം. കടലേ നല്ല ചൂട് കടലേ. കടല വാങ്ങോ വാങ്ങോ. അല്ലാ. കാമുകന്മാരാ തോന്നുന്നത്. ചിലപ്പേ നമ്മളെ കടല തെക്കി ഇട്ടാലേ 2 എണ്ണം ചിലവാകും. ചിലപ്പോൾ എന്തൊക്കെ കൂടി ആ പഴങ്ങൾക്ക് വാങ്ങി തീർന്ന് വരും. നേക്കൊന്ന് നോക്കിയോ മക്കളെ. നല്ല കടല ഉണ്ടെന്ന് ചൂടാക്കിയാലോ. അതെ, ഈ തണുപ്പത്തന്നെ ചൂടാക്കി നമ്മള് കടലോണ്ട്. എത്തിനാ പറ്റി കരിയാണ്. ആ എത്തിനാപ്പ കുട്ടി കരിയണേ. ഒന്ന് പോകുന്നുണ്ടോ? എന്താണ് നിങ്ങളൊരു കടല ഇവിടെ വേണ്ട. കടലല്ല, ചൂട് കടലല്ല മോനെ. മനുഷ്യനോടെ തല ചൂടെടുക്കുമ്പോഴാ തൻ്റെ ഒരു കടല. എന്താ എന്തോ ഒരു ഗുലുമാൽ ഒപ്പിച്ച നിങ്ങൾ രണ്ടാളും നാട്ടിൽ നിന്ന് കൂടെ വന്നേ നമ്മ മനസ്സിലായില്ലേ. എന്താ നിങ്ങളെ പ്രശ്നം? ആളെ ജുപ്പാനോട് പറയും. എന്താ നിങ്ങളെ പ്രശ്നം? നീ മിണ്ടരുത്. എന്താണ് എന്താ നിങ്ങളെ പ്രശ്നം? ചൂടായ താനം ചെയ്യും. ചോനെ ഇങ്ങനെ ഉണ്ടോ ഒരു ചൂട്? 2 കിലോ കടല വാങ്ങി ഓരോ നിർത്തലേക്ക് അറ്റാല് തോടാട് ബന്ധു വരും. വല്ലാത്തൊരു ചൂടല്ലേ പറയാൻ ചൂടിട്ടോ. കടല ചിന്തിച്ചോ കഴിഞ്ഞ്. ഇതാപ്പോഴത്തെ കുണ്ടന്മാരൊരു കുഴപ്പേ. 1ഉം 2ഉം പറഞ്ഞാൽ ഇങ്ങോട്ട് വെട്ടാനും കുത്താനും തുടങ്ങും. തീരെ കൺട്രോളില്ലാന്ന്. എന്നെപ്പോലൊരു മോനെ ഞമ്മക്ക് ഇല്ലാണ്ട് പോയി. അത് നന്നായിന്നപ്പം നമുക്ക് തോന്നണേ. ബാപ്പാന്റെ പ്രായമുള്ള ആളെ കൗത്തിന് പിടിച്ചണ മോനല്ലേ. പക്ഷേങ്കിലേ ജാതി 2 പെൺകുട്ടികൾ ഞമ്മക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാ മോളെ എന്തിനാ ജി കരീണേ? ജി പറയില്ലേ? പറയണ്ട. മിണ്ടല്ലേ. എന്താണ് മോളെ ഇതൊന്ന് മാറിക്കും കൈ കിട്ടും. ഹലോ കൊണ്ട് ചില്ലറ വക്കീലേ. ഒന്നിങ്ങോട്ട് മാറിക്കുവാനേ. ഹലോ. കളിക്കോനെ മാണ്ടാ മാണ്ടാ നിൽക്കുമ്പോ തലേ കയറി. എന്താ മനസ്സിലാക്കി? ഒന്ന് പിടിച്ചാണി. ഇന്നലെ കച്ചവടം മതി. ഒരു നടക്കും പോലും തോന്നില്ല. എന്താ മനസ്സിലാക്കിയോനെ? കള്ളിച്ചൂടി ഇങ്ങോട്ട് വാ. എന്താ മോളെ പ്രശ്നം? എന്താ പറ്റിയേ? പാലോട് പറയും. എന്താ എന്റെ പ്രശ്നം? ആ ഞാൻ നാട്ടില് കോളേജില് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇവൻ എന്റെ സീനിയറും. ഞങ്ങൾ പരിചയത്തിലായി. വേ പറയും. ഈ കടല തടുത്ത് സീരിയലാക്കല്ലേ? വേ പറഞ്ഞൂടെ? പ്രേമത്തിലായി. പിന്നീട് ഇവൻ കോളേജ് വിട്ടു. നാട്ടില് ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി. അത് നന്നായി. ഇന്ന് അവൻ കോളേജിൽ ഒരു ബൈക്കുമായി വന്നിട്ട് നിർത്ത്. ഓ കോളേജിന് ബൈക്കുമായിട്ട് വന്നു. ഓളെ അതിന്റെ മുകളിൽ ചാടി കയറി കയറി പോകുന്നു അല്ലേ? എന്നോട് പറഞ്ഞു ഒന്ന് കറങ്ങി വരാന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞ് വണ്ടി നേരെ ഇവിടേക്കാ വിട്ടത്. ഇപ്പൊ ഇരുടായി. ഇപ്പൊ പോയാൽ 2 മണിക്കൂർ പിടിക്കും വീട്ടിലെത്താൻ. ഞാൻ പോവാന്ന് നിർബന്ധിച്ചപ്പോ അവൻ എന്നോട് പറയാ ഇന്ന് പോണ്ട, ഇന്ന് റൂം എടുത്ത് ഇവിടെ നിക്കാന്ന്, നാളെ പോവാന്ന്. ആനക്കിത് വേണം. ഓരോരോ കുണ്ടന്മാർ ജാതി മോട്ടോർ സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് വരും.
ഇങ്ങോട്ട് അതിന്റെ മുകളിൽ കുറ്റിയും പാറ്റി ചാടി ഇങ്ങോട്ട് പോരും. ഞാനൊക്കിതെന്താ മാണോ? നിങ്ങളൊക്കെ തന്താനും തള്ളാനും പഠിച്ചാൻ പറഞ്ഞേക്കണേ, ജാതി കളിക്കല്ല. എനിക്ക് ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറയാ നിന്നെ ഞാൻ ഇവിടെ വിട്ട് അവൻ പോകുന്നു. എന്താ കേട്ടങ്ങളെ? ഇങ്ങോട്ട് മാറിക്കണോ? ഇങ്ങോട്ട് മാറി. നിങ്ങളെന്താ തൊള്ളിയും കാണിക്ക? ആൾക്കാർ പോണ കടലെ വിട്ടുകൂടിയത്, കടലേ വിട്ടുകൂടി അല്ലേ? വേണ്ട ഇങ്ങനല്ലേ ആ ഫോട്ടോ എടുക്കാൻ നിങ്ങളുണ്ടോ? എന്നാ ആ അമ്മിന്റെ ഫോട്ടോ നിർത്തി, ഉണ്ടാളെ തൊഴിൽ ചെയ്യും. ആ അമ്മിന്റെ ഫോട്ടോ നിർത്തി നേരം നോക്കണ, നേരം നോക്കേ. ഈ ഒരു ഓളം പഠിപ്പിച്ചിട്ട് എത്തിന് അതെ കല്യാണം ഫോട്ടോ എടുക്കാതെ നല്ല തെളിവിന് ജോണി കെട്ടി വെച്ചാൽ നിന്നോട് നമ്മളെ ഫോട്ടോ എടുത്ത് മറ്റേ ബുക്ക് ഉണ്ടല്ലോ, ഫേസ്ബുക്ക്, ആ വാട്സപ്പിലൊക്കെ ഇട്ടുതരാം. ഊട്ടിയിൽ ചതിന്റെ പരം കുഞ്ഞിനെ കാമുകയും റെഡിങ്ങും കൊടുക്കണ്ടേ? ഓള് തെളിവിണ്ടായിരുന്നു മാറിക്കാടുന്ന് എടുക്കണോ? എടുക്കണ്ട ഫോട്ടോ അവിടെ വിളിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്. എടുത്ത് അന്റെ ബൈക്കാണോ? നിങ്ങൾ ഓൻ്റെ പുറം പോയിട്ട് ഓൻ്റെ പുറം പോയിട്ട് മോട്ടോർ സൈക്കിൾ ബൈക്ക് നിർത്തി ചെല്ലി ചെല്ലേന്ന് നിങ്ങൾ നോക്കിക്കണേ. എന്നോടി ഓളാട്ട് ഒന്നോടിച്ച് നടന്നോട്ടെ. ചെല്ലി മോളെ ഇവിടെ വാ. പിന്നെ ഇവിടെ നടന്നതൊന്നും ആരോടും പറയണ്ട. അവനെ സുരക്ഷിതമായിട്ട് എൻ്റെ പെരയിലെത്തിച്ചനേരെ വേമെന്നൊരു അശ്വരീനെ പറ്റിച്ച് ഉണ്ടാ നിൽക്കണ്ട. ആ നമുക്ക് പുറത്തുനിന്ന് എന്നെ കൊല്ലാനും പറ്റൂല. ഇതൊക്കെ മനസ്സിലായില്ലേ? പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രേമിക്കലും കല്യാണം കഴിക്കലൊന്നും അല്ല. ആദ്യം നാട്ടിൽ പോയിട്ടേ പറ്റിയ തെറ്റ് ഉമ്മാനോട് ഉപ്പാനോട് ഏറ്റു പറയും. ഇങ്ങോട്ട് രണ്ടക്ഷരം പഠിക്കാൻ നോക്ക്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. മനസ്സിലായാക്ക്? എന്നാ ചെല്ലേ ഓനോണ്ടേ. എന്നാ സാരല്ല, എൻ്റെ നമ്പർ കൊണ്ടുണ്ടാ. ആ ഇവിടെ നാട് പോകുന്നു, നടത്തി നോക്കിയാ മിസ്. ആ നമുക്ക് നമ്പറൊന്നുണ്ടാ. പിന്നെ നാട്ടിലെത്തിയാൽ ഉടൻ നമ്മളെ വിളിച്ചോണം. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മൊയ്തീൻക്ക് അവിടെ പാഞ്ഞെത്തും. ചെല്ലി ഒക്കെ ശരിയാവും. ചെല്ലി ചെല്ലി ഒക്കെ ശരിയാവും. ശരിയാവും. சௌக்கியம் சௌக்கியம். கலசம் முடிச்சாச்சா? முடிச்சாச்சு முடிச்சாச்சு. எப்படி இருக்கு கலசம்? ரொம்ப மோசமா மோதிக்கா. கலசம் எப்படி இருக்கா? 3800. எத்தனை? 3800. 300. 3800. പടച്ചോനെ ജി കാക്ക് 3800. ഒരു ദിവസം. ആമാ. എന്താ ഓന്റെ കൂത്തുചാമി ഇവിടെ? എന്താ ഓന്റെ ഒക്കെ സുഖം നോക്കിയാ നിങ്ങള്? റൂമിന് വാടക കാണണ്ട, പണിക്കാര് കൂലി കൊടുക്കണ്ട, കറണ്ട് ബില്ല് ഓന് അടക്കണ്ട, ഇൻകം ടാക്സും ഇല്ല, സെയിൽസ് ടാക്സും ഇല്ല. എല്ലാം ഓന് ലാഭം. 3800 റുപ്യ ഒരു ദിവസം ഓന് കിട്ടണേ. അല്ലാച്ചേ ഇങ്ങനെ പോയാലേ 50,000 മുകളിൽ ബാങ്കിലിട്ടാണെങ്കിൽ പാൻ കാർഡ് എടുക്കേണ്ടി വരും. പാൻ കാർഡ് മനസ്സിലായി നിങ്ങൾക്ക്? പാൻ കാർഡ് ഇருக்கு. എന്റെ അടുത്തോ 10-20 കൊല്ലം നാട്ടില് അജാതൊരു കച്ചവടം ചെയ്തിട്ട് ഉള്ള പോരെയും പറമ്പാട് വിറ്റുന്നല്ല അജാതൊരു കാർഡ് ഞമ്മ എടുക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു മനസ്സിലാട്ടേജി. ചില്ലറൊക്കെ കിടക്കും ഇപ്പൊ. ரொம்ப ടൈറ്റല്ല. എന്നാ ചില്ലറ എടുക്കേ? എത്തോന്റെ പാണ്ടത്തിൽ സുബ്ഹാനല്ലാഹ്. കാലം പോയ പോക്കേ അന്റേനും മെസ്സിനോ ചായ കൊടുപ്പാ.
അല്ല നിങ്ങൾ പോയില്ലേ ഇവിടെ കണ്ട് വിചാരിച്ചിന്? അത് ശരി. അപ്പോ നിങ്ങളല്ല ചെക്കന് ബൈക്കിന്റെ ഫോട്ടോ തന്നെ പറഞ്ഞു ഇതാ ഫോട്ടോ. അത് നമ്മളൊരു തമാശ പറഞ്ഞില്ല, ആ കുണ്ടനൊന്ന് പേടിപ്പിച്ചാല്. അപ്പൊ ഇത് വേണ്ടേ? അത് നിന്നോട്ടെ, അത് ആവശ്യം ഉണ്ടാവും, ഒഴിവാക്കണ്ട. ഇപ്പൊ എല്ലാം അയവിലാണല്ലോ തെളിവ്. ഏതായാലും നന്നായി. എന്തേ ഊട്ടിയിൽ വന്നത് ഇപ്പോഴാ മുതലായത്. നിങ്ങള് ആ കുട്ടിന്റെ ജീവൻ രക്ഷിച്ചല്ലോ. അത് ശരിയാ. അല്ലെങ്കിൽ നാളെ ചാനലുകാർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയനെ, കാമുകന്റെ ചതിയിൽപ്പെട്ട് കാമുകി ആത്മഹത്യ ചെയ്തു. അങ്ങനെ പറയും. പിന്നെ ഈ തിരക്കിനടുത്ത് നിങ്ങളെ പരിചയപ്പെടാൻ മറന്നുപോയി. നിങ്ങളെ പേരെന്തേനി? എന്റെ പേര് രാമൻ. രാമനോ? നമ്മൾ മൊയ്തീൻ, കടലക്കച്ചവടം, ഊട്ടി പിയോ. നിങ്ങളൊരു കച്ചവടക്കാരനല്ലേ? അത് മൊയ്തീൻ എങ്ങനെ മനസ്സിലായി? നിങ്ങളെ മോന്തമേരി എഴുതിയില്ലേ കച്ചവടക്കാരനാണ്. പിന്നെ ഒരു കച്ചവടക്കാരന് വേറൊരു കച്ചവടക്കാരനായിട്ടാ മനസ്സിലായില്ലെങ്കിൽ ഈ ദുനിയാവിന് പിന്നെ നമുക്ക് ആരെ മനസ്സിലാകുക? അതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ ടൂറ് പോരാനുള്ളൊരു മൂഡിലെല്ലാം ഇവിടെ ഊട്ടി വന്ന് നമ്മൾ മനസ്സിലായി. എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. എന്താ നിങ്ങളെ പ്രശ്നം? അത് പിന്നെ ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ഞാനും മക്കളെ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? രാമേട്ടാ, അവിടെ ഒരു സാഹിബ് മദാമിയുണ്ട്. പിള്ളേരും ഞാനും അവരുടെ കൂടെ ഇരുന്ന് ഒരുപാട് ഫോട്ടോ എടുത്ത്. രാമേട്ടനെ കുട്ടി ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ പിന്നെ അവരവിടെ ഉണ്ടാവോ ആവോ? എന്റെ ഭാര്യ ദേവി. എന്നിട്ട് മക്കളെ മക്കളാ കുന്നിന്റെ മുകളിലാ. അവിടെ ഒരു കുതിരയുണ്ട്. അവർക്ക് അതിന്റെ മേലെ കയറണമെന്ന് ഒറ്റ വാശി പിടിച്ചിരിക്കാം. ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. കേറാൻ പറ. അതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയും. ആത്മഹത്യ നേരത്തെ ചാടുന്നുണ്ടോ? നേരെ പക്കത്തിന് മാറി കലിപ്പിലിടാൻ നിൽക്കണ്ട. മാറിക്കാട്ടി. എനിക്ക് പേടിയാ. എന്നാ മാറി നാളാട്ടെ. ഒരു 4 പാക്കറ്റ് കടല തരി. കച്ചവടത്തിന് വർത്താൻ പറഞ്ഞു. എല്ലാം കണ്ടെടുക്കും. 20 എന്താ ചൂടുണ്ടാകും, കയ്യുള്ളൂ. ഒക്കെയോളി 2 നമ്മളെ കുട്ടികൾക്ക് കൊടുക്ക്. ഒന്ന് ഇയ്യോ എടുത്തോ, ഞാൻ അതാ വരുന്നു. പിന്നെ ആ സാഹിബിനെ കണ്ട വിടണ്ട, ഫോട്ടോ എടുക്കാനേ. തീരെ സൂത്രല്ല. പണ്ട് മാങ്ങുമാരുടെ സൂത്രമാണല്ലോ കടല തൊള്ളേക്കിട മുഴുവൻ പുറത്താണ് പോണത്. എന്താ നിങ്ങളെ പ്രശ്നം? ജീവിതത്തിന്റെ സൂത്രം തന്നെ തെറ്റിക്കുക മൊയ്തീനെ. അതെ, എന്റെ മുക്കത്തെ കട കേസിലാ. ബിൽഡിംഗ് ഓണർ 3000 വാടക പെട്ടെന്ന് 12,000 ആക്കി. കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. എന്ത് തോന്നിയാ സോനാ കാണിച്ചതിന്റെ ഇടക്ക്? എന്നിട്ട് എന്താനാ, ആദ്യമൊക്കെ വാടക കൊടുത്തു നോക്കി, അയാൾ വാങ്ങിയില്ല. പിന്നെ കൊടുക്കാതായി. ഇപ്പോ ഞാൻ വാടക കൊടുക്കില്ല എന്ന് അയാൾ എൻ്റെ പേരിൽ കേസും കൊടുത്തിരിക്കുക. എനിക്കറിയോ, 10 വർഷമായി ഞാൻ നടത്തിയ കട. ഇപ്പൊ എന്നും കേസും വഴക്കും. മൊയ്തീനെ, അവസാനം ഇന്നലെ ഞാൻ മനനൊന്ന് ആത്മഹത്യ വരെ ശ്രമിച്ചു. മൊയ്തീനെ, ഒളിച്ചോട്ടെ. പക്ഷേ മക്കളോർത്തപ്പോ ആരല്ലാന്നേ നിങ്ങൾ ഇങ്ങനെ ബീരായാലോ? നിങ്ങൾ കേസിൽ ജയിക്കൂ. നിങ്ങളെ നല്ലൊരു മനുഷ്യനാ. അത് നമ്മൾ കണ്ടപ്പം തന്നെ മനസ്സിലായണേ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിയെന്ന്. പിന്നെ ആ ചാടി കളിച്ചാലേ നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ. അതെ, ആ കുതിര പുറത്ത് ഇരിക്കണ ആരങ്ങളെ കൊണ്ടുവരാ? ഒരു കാര്യം അമ്മ മനസ്സിലായില്ല. നിങ്ങളെ ഈ കടയിലെ പ്രശ്നമൊന്നും ഓൾക്ക് അറിഞ്ഞില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഈ അടങ്ങാറിൻ്റെ അടുക്ക് ഓൾ നിങ്ങളെയും കൊണ്ട് നിങ്ങൾ ടൂർ വരില്ലല്ലോ. ഇപ്പം ഏതായാലത്തൊന്നും ഓല അറിയണ്ട. പക്ഷേ ഒരയിലെത്തിയിട്ടേ
നിങ്ങളെ കടയിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഭാര്യനോടും കുട്ടികളോടും പറഞ്ഞു കൊടുക്കി. അപ്പം നിങ്ങൾക്കും വേണ്ടി ഓല് ദ്വാരക്കുന്നേ. ആ പ്രാർത്ഥന പടച്ചോൻ കേൾക്കാതെ കൂലാന്നേ. ഓലും നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അത് പിന്നെ ഒരു പിന്നില്ല. നിങ്ങൾ നല്ലോണം ചെല്ലി നിങ്ങളുടെ ഐറ്റങ്ങളെപ്പോഴേ തുള്ളി ചാടിയാണ് കളിച്ചൂടി. പറ്റെങ്കിൽ നിങ്ങൾ ആ കുതിരപ്പുറത്തുനിന്ന് ചാടി കയറിയാളി ഒരു തെളിയറ്റൊക്കെ കൂടി. അല്ല ആ മൊയ്തീൻ എങ്ങനെ ഊട്ടിയിലെത്തി? ആ അതൊരു കഥയാ. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾ എന്നത്തെ കൂടിയായിട്ട് ഇല്ലാതാവും. തൽക്കാലേ നിങ്ങളെ പോലെ രാമേട്ടനാ ഞാനേന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ നമ്പർ കേട്ടേരി. അല്ല പറഞ്ഞോളി. 98 ആ 98 46 6 06. നമ്മളവിടെ പുറപ്പെട്ടു കിട്ടി നോക്കിയാണി. ആ കിട്ടി കിട്ടി. എന്നാലേ നിങ്ങൾ ചെല്ലി. ഏതായാലും നിങ്ങളെ കണ്ടതും പരിചയപ്പെട്ടതും നന്നായി. ഇപ്പൊ എന്തൊരാശ്വാസം, ഒരു ആത്മവിശ്വാസം. നമ്മള് കച്ചവടക്കാർ ആരോടും ഒന്നും തുറന്നു പറയില്ല. നിങ്ങളെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഒന്ന് പെയ്ത് തുറന്ന പോലെ. ഏതായാലും നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ നാട്ടിലെത്തിയിട്ടേ ആദ്യം നമ്മൾ വിളിച്ചണം. എന്തിന്? നിങ്ങളെ കേസ് ജയിച്ചീന്ന് അഞ്ചിലെ പുലിയായിരിക്കണം. അപ്പം മൊയ്ജിൻ്റെ കഥ മൊയ്ജി മുഴുവനായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ സന്തോഷമായിട്ട് ചെല്ലി. ഒക്കെ ശരിയായിക്കോട്ടെ. ചെല്ലി ഒക്കെ ശരിയാവും. കടലേ നല്ല ചൂട് കടലേ വാങ്ങോ വാങ്ങോ. വല്ലാത്ത തണുപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഊട്ടിയിൽ വരുന്നില്ലേ? വല്ലാത്ത തണുപ്പ്. 2000 പുതിയ അയക്കുന്ന 10 റുപ്യ. കടലേ ഒരു കടലേ. ശരി. അല്ല മോനെ, കടലൊന്നും ഇല്ലേ? ആ 10 റുപ്യയിലുള്ള മാർബിൾ ഇറക്കിയത്. എന്താ തണുപ്പ്? കഴിഞ്ഞ കൊല്ലം വന്നപ്പോ ഈ തണുപ്പൊന്നും ഇല്ല. ഇവിടെ ഒരു ചായ കുടിക്കാം. ഒരു ചാള. ഞാൻ മോഹൻലാലൊന്നുമല്ല, ഞാൻ നൗസാദ്, KC നൗസാദ്. പക്ഷേ മോഹൻലാലിന്റെ മാതിരി ഇരിക്കും. ഇതൊരു ചായ എടുക്കും. നമ്മളിരുന്നോളാ. ചില്ലറായിട്ടിരിക്കില്ല, മൊത്തത്തിൽ എന്നതാ ഇങ്ങനെ ഇരുന്നീണ്. ഈ ചായ കൊണ്ട് ചേർക്കാതെ എടുത്തൂടെ. കുടിച്ച நல்ல சார் முன்னாலே கேட்டுக்கா. എന്ത് കേട്ടി? செஞ்சிருக்கா. ഇതേ என்ன சார் 7 രൂപയ്ക്ക് 2000 രൂപ. 4 മണിക്കൂർ ബാങ്കിൽ ക്യൂ നിന്ന് കിട്ടിയ പൈസയാണത്. അറിയോ? ഈ ചരക്കാ ചില്ലറ എടുക്ക്. சார் ஒரு காரியம் பண்ணு. 3 வருஷம் இங்க வந்து டீ சாப்பிடு. காசு திரும்பி தர மாட்டேன். ഞങ്ങളെ കാവേരിയിൽ നിന്ന് വെള്ളം എടുത്ത് ചായ ഉണ്ടാക്കി ഇന്നെ കുടിപ്പിച്ചോ പോരാ, ഈ നമ്മളെ പൈസ ചില്ലറ തരൂലെന്നോ? എന്നിട്ട് ഈ മൊക്കത്തുള്ള ഞാൻ ഊട്ടിയിൽ ഇങ്ങനെ 3 കൊല്ലം ഇങ്ങനെ നടന്ന് എൻ്റെ ചായ ഇങ്ങനെ കുടിച്ചല്ലേ. ചാലക ചില്ലറ എടുക്കും. മടക്കണ്ട, ഈ നീട്ടിക്കെ തന്നാ മതി. മടക്കി തരുന്നു. காசு திரும்பி தர மாட்டேன். ஊட்டி வந்து விளையாடாது. സംഗതി പാടിയോ? காசு திரும்பி தர மாட்டேன். போ. ഐഡിയ സംഗതി പറ്റി. ആകെ 2000 റുപ്യ ഉണ്ടായിരുന്നു. അതാ തെണ്ടിൻ്റെ പോയി. ഞാൻ എനിക്ക് തന്ന 10 റുപ്യ ഒരു 7 റുപ്യ കൊണ്ട് ആ ചായന്റെ പൈസ വെക്കട്ടെ.